നമസ്കാരം. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ പോർച്ചുഗൽ ഇന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ നേരിടും. യുഎസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 മത്സരം. ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത്. 2002 മുതൽ എല്ലാ ലോകകപ്പുകളിലും യോഗ്യത നേടിയ പാരമ്പര്യമുള്ള പോർച്ചുഗൽ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. മറുവശത്ത് 1974 ശേഷം ആദ്യമായാണ് കോങ്കോ ലോകകപ്പ് വേദിയിലേക്ക് തിരിച്ചെത്തുന്നത്. റോബർട്ടോ മാർട്ടിനസ് പരിശീലിപ്പിക്കുന്ന പോർച്ചുഗൽ മികച്ച ഫോമിലാണ്. ഒടുവിൽ കളിച്ച 5 സൗഹൃദ മത്സരങ്ങളിലും അവർ തോൽവി അറിഞ്ഞിട്ടില്ല. യോഗ്യതാ മത്സരത്തിൽ അർമേനിയയെ 1-9 ഗോളുകൾക്ക് തകർത്ത അവർ കഴിഞ്ഞ ജൂണിൽ നൈജീരിയ, ചിലി എന്നിവർക്കെതിരെയും വിജയം നേടിയിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെന്റർ ബാക്ക് താരം റൂബൻ ഡയസിന് കളിക്കാനാകാത്തത് പോർച്ചുഗലിന് കനത്ത തിരിച്ചടിയാണ്. റൂബൻ ഡയസിന്റെ അഭാവത്തിൽ സ്പോർട്ടിംഗ് സിപിയുടെ താരം ഗോൺസാലോ ഇനാസിയോ ആന്റോണിയ സിൽവയ്ക്കൊപ്പം സെൻട്രൽ ഡിഫൻസിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പോർച്ചുഗലിന് സന്തോഷം നൽകുന്ന വാർത്ത 41-കാരനായ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നതാണ്. തന്റെ ചരിത്രപരമായ 6ാം ലോകകപ്പ് മത്സരത്തിന് തുടക്കമിടാൻ അദ്ദേഹം മുന്നേറ്റ നിരയിലുണ്ടാകും. കോച്ച് റോബർട്ടോ മാർട്ടിനസിന് മുന്നിൽ മികച്ച മുന്നേറ്റ നിര താരങ്ങളുടെ വലിയൊരു നിര തന്നെയുണ്ട്. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ടിരുന്നെങ്കിലും വിങ്ങർ റാഫേൽ ലിയാവോയ്ക്ക് ഈ മത്സരത്തിൽ കളിക്കാൻ തടസ്സമില്ല. ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റിൻഹ, ജോവോ നെവസ് എന്നിവരടങ്ങുന്ന പോർച്ചുഗലിന്റെ മധ്യനിര കളി നിയന്ത്രിക്കാൻ പൂർണ്ണ സജ്ജരാണ്. വിങ്ങർമാരായി ആദ്യ 11-ൽ ഇടം നേടാൻ ബെർണാഡോ സിൽവയും പെഡ്രോ നെറ്റോയും തമ്മിൽ കടുത്ത മത്സരമാണ് ഉണ്ടാവുക. അതേസമയം സെനഗലിനോട് തോറ്റെങ്കിലും ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫിൽ ജമൈക്കയെ അധിക സമയത്ത് കീഴടക്കിയാണ് കോങ്കോ ലോകകപ്പ് ടിക്കറ്റ് എടുത്തത്. 52 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കോങ്കോ ലോകകപ്പിനെത്തുന്നത്. ഇബോള രോഗബാധയെ തുടർന്ന് ഇവരുടെ ഒരുക്കങ്ങൾക്ക് നേരെ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഡിഫൻഡർ റോക്കി ബുഷിരിക്ക് പരിക്കേറ്റത് ടീമിന് കനത്ത തിരിച്ചടിയായി. താരത്തിന് ടീമിൽ നിന്നും പിന്മാറേണ്ടിയും വന്നു. ഇതിനെ തുടർന്ന് ടീമിന്റെ കരുത്ത് ചോർന്നു പോകാതിരിക്കാൻ മുഖ്യ പരിശീലകൻ സെബാസ്റ്റ്യൻ ഡെസാബ്രെ മിഡ്ഫീൽഡർ ആരോൺ ഷിബോളയെ ടീമിലേക്ക് വിളിച്ചു. ഈ മാറ്റമുണ്ടായെങ്കിലും കോങ്കോയ്ക്ക് ഇപ്പോഴും ശക്തമായ പ്രതിരോധ നിരയുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചുള്ള പരിചയസമ്പന്നരായ താരങ്ങൾ ടീമിലുണ്ട്. ആരോൺ വാൻ ബിസാക്കയും ആക്സൽ ടുവാൻഡെസെബയും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. പോർച്ചുഗലിന്റെ ശക്തമായ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്താൻ ഇവർക്ക് നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മിഡ്ഫീൽഡിൽ കളി മെനയുന്നതിലും പ്രതിരോധത്തിന് പിന്തുണ നൽകുന്നതിൽ നോഹ സാദിക്കിനും സാമുവൽ മുത്തുസാമിയും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആക്രമണത്തിൽ യോവാൻ വിസയുടെ വേഗതയിലാകും കോങ്കോ പ്രധാനമായും വിശ്വസിക്കുന്നത്. സെഡ്രിക് ബഗാംബു ടീമിന്റെ പ്രധാന സ്ട്രൈക്കറായി മുന്നേറ്റ നിരയെ നയിക്കും. എന്തായാലും പ്രധാനപ്പെട്ട സ്റ്റാർ താരങ്ങൾ ഇവരൊക്കെ തന്നെയാണ്. തീർച്ചയായും അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 1ാം സ്ഥാനത്ത്. 41-ാം വയസ്സിൽ തന്റെ 6ാം ലോകകപ്പിന് ഇറങ്ങുന്ന റൊണാൾഡോയിലാണ് ആരാധകരുടെ കണ്ണ്. 5 ലോകകപ്പുകളിൽ സ്കോർ ചെയ്ത ഒരേയൊരു താരമായ റൊണാൾഡോ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ലെന്ന ചരിത്രം തിരുത്താനാണ് ഇത്തവണ ഇറങ്ങുന്നത്. മറ്റൊരാൾ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കുന്ന ബ്രൂണോയുടെ പാസുകളും ലോങ് റേഞ്ച് ഷോട്ടുകളും പോർച്ചുഗലിന്റെ പ്രധാന ആയുധമാണ്. യോവാൻ വിസയാണ് മറ്റൊരാൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ താരമായ വിസയാണ് കോങ്കോയുടെ ആക്രമണങ്ങളുടെ കുന്തമുന. മറ്റൊരാൾ ചാൻസൽ എംബാബെയാണ്. മാർസേ ക്ലബിന്റെ ക്യാപ്റ്റനായ എംബാബെയാണ് കോങ്കോ പ്രതിരോധത്തിന്റെ കരുത്ത്. ഇവർക്കൊപ്പം വെസ്റ്റ് ഹാമിന്റെ ആരോൺ വാൻ ബിസാക്കയും ടീമിലുണ്ട്.